ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ദോശയുടെ റെസിപ്പി കാണാം കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ 3 ചെറുപഴം ഒരു മുട്ടയും കൂടെ എടുത്ത് ആദ്യമേ വെച്ചിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 3 ചെറുപഴത്തിന് പകരം 2 ചെറുപഴമാണെങ്കിലും ചേർക്കാം. അതേപോലെ തന്നെ റോബസ്റ്റയുടെ പഴമാണെങ്കിലും ചേർക്കാം. ഇനി അതിലേക്ക് 3 ഏലക്കയും ഞാൻ അര കപ്പ് അളവിലുള്ള പാലും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ ഇതേപോലെ നമുക്ക് അരച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ 1 സ്പൂൺ അളവിലുള്ള ജീരകമാണ് ചേർക്കുന്നത്, നല്ല ജീരകം. അത് നിങ്ങൾക്ക് ജീരകം വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇതിലിഷ്ടമായത് കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നമ്മളിത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഇതേപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. കണ്ടല്ലോ, ഒട്ടും കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തു കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് പിന്നെ രാവിലെയോ രാത്രിയിലോ ഒരു മണിക്കൂർ മുന്നേ ഒന്ന് നമ്മളിതൊന്ന് കലക്കി വെച്ചാൽ മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് അത് നമുക്ക് എടുത്തു വച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ട് ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ മാവ് കോരി ഒഴിച്ച് കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് താഴെ ഭാഗം ഇത് തിരിച്ചിടത്തില്ല. ജസ്റ്റ് നമ്മളിതിൻ്റെ പുറത്തൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം എണ്ണയോ നെയ്യോ ഇതുപോലെ ഒന്ന് പുരട്ടിയതിന് ശേഷമാണ് നമ്മളത് എടുക്കുന്നത്. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ടുള്ള ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ദോശകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടല്ലോ, ഇത് ആവശ്യത്തിനുള്ള മധുരവും ഉപ്പും എല്ലാം നമ്മൾ ആവശ്യത്തിനാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഒത്തിരി കൂടുതലില്ല, അതുകൊണ്ട് ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ചും ഇടയ്ക്ക് ആ ജീരകമൊക്കെ ഒന്ന് കടിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കണ്ടല്ലോ, ഇതെല്ലാവരും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. എല്ലാവരുടെയും കമൻസും അറിയിക്കണം. ഓക്കെ, ബൈ കൂട്ടുകാർ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.